ഇന്നത്തേത് ഒരു ഹെൽത്തി ആയിട്ടാണ്. ഞാൻ സ്വന്തമായിട്ട് നട്ട് വളർത്തിയ എൻ്റെ സ്വന്തം ചീര കൊണ്ടുള്ള ഒരു ഐറ്റം. ചീരേൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും ചീര വറവ് ഉണ്ടാക്കലുണ്ടാവും അല്ലേ? നമ്മൾ കണ്ണൂർ തോരന് വറവ് എന്നാണ് പറയുക. അപ്പോൾ ചീര വറവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ചീര മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സവാള, പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചീരയിൽ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വരും. അതൊക്കെ വറ്റുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ചീരയുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, നന്നായി വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചിരവിയത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനിയാണ് ഇതിലെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്, നമ്മൾ ചീരയിൽ വറവിടുന്നത് അരിമണിയാണ്. എല്ലാവരും അങ്ങനെ ചെയ്യുമോയെന്നറിയില്ല. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് അരിമണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിമണി നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം ഒരു 2-3 വറ്റൽമുളകും കൂടെ മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മൂപ്പിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചീര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ അടിപൊളി ചീരവറവ് റെഡിയായി. നിങ്ങൾ ഇതുപോലെ അരിമണി ഇട്ടിട്ട് ചീരവറവ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ അരിമണിയൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കുമല്ലോ.